ഇതെല്ലാം എന്റെ അല്ലാതെ നമ്മളുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഖദീജാക്ക എവിടെ ഖദീജാക്ക ആൻഡ് ഗാങ് ആണ് ഇത് കൊണ്ടുവന്നത്. എനിക്ക് ശ്വേത ചേച്ചിക്കുണ്ട് അല്ലേ? എനിക്കുണ്ടടാ, കോഴിക്കോടാണല്ലോ നീ പകുതി അവിടെയല്ലേ. സോ എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന ഐറ്റംസിന്റെ പേരും അത് എന്തൊക്കെയാണെന്നുള്ളതും നമ്മുടെ ഖദീജത്താ ഒന്ന് പറഞ്ഞു തരാവോ? ഹലോ, നമസ്കാരം. ഞാൻ ഖദീജ ഷാ. നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബലി പെരുന്നാളിന് അടയില്ലെങ്കിൽ പെരുന്നാളില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഇലയട കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്ലസ് നമ്മളെ ഡെലീഷ്യ ലൈവ് കേക്ക്സ് എന്നുള്ള സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്പെഷ്യൽ ഗീ കേക്കും എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊപ്പം നമ്മളുടെ സബി കൊണ്ടുവന്നിട്ടുണ്ട് ടീ കേക്കും. നമ്മുടെ കോക്കനട്ടിന്റെ ഒരു സ്പെഷ്യലും ഉണ്ട്. പൊന്നാനിയുടെ സ്പെഷ്യൽ ചിരട്ടമാല ഉണ്ട്. പിന്നെ നമ്മളുടെ റഫത്ത കൊണ്ടുവന്നിട്ടുള്ള ബനാന കേക്ക് ഉണ്ട്. നമ്മുടെ സരിതേച്ചി കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ മണ്ട ഉണ്ട്. റഫത്ത കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ ബ്രൗണി വിത്ത് സ്ട്രോബെറി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാരാ ബേക്ക് ചെയ്തേ? ജെസ്സി മോളെ. ആലപ്പുഴയിലെ ജെസ്സി അല്ല, മലപ്പുറത്തെ ജെസ്സിയാണിത്. അത് ആദ്യമേ പറയട്ടെ. ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പറയൂ. ആദ്യം തന്നെ ഇത് പറയൂ. ഇതെനിക്ക് ഇഷ്ടമായി. ഇത് തുറക്കലപ്പം. ഇത് തുറന്ന് എന്ത് കിട്ടും? ഇതിന്റെ ഉള്ളില് ചിക്കന്, മയണൈസ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സെജിന. സെജിന ഞാനൊന്ന് തുറന്നോട്ടെ. കഴിച്ചോളൂ. താങ്ക് യു. പറഞ്ഞു ചേച്ചി, ബാക്കി സാധനങ്ങളും കൂടെ പറഞ്ഞു തരാവോ? ഇത് പൊന്നാനിയുടെ സ്പെഷ്യൽ കിടുത. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫൗസിയ ചങ്ങരംകുളം. ഇത് നമ്മുടെ മലബാറി ഐറ്റം കല്ലുമക്കായ. അത് ഉണ്ടാക്കിയിട്ടുള്ളത് സെജിന. ഇത് അതുപോലെ തന്നെ പൊന്നാനി സ്പെഷ്യൽ ബിണ്ടി അലുവ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് റസിന പൊന്നാനി. ഇത് ബാക്ലാവ. ഇത് നമ്മുടെ തിരൂരുള്ള ഫൗസിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചുക്കപ്പം. അരിമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കിഴുത ഉണ്ടാക്കിയ ആള് തന്നെയാണ് ഫൗസിയ ചങ്ങരകുളം ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കനാണോ? അല്ല, അതിനുള്ളിൽ മധുരം, തേങ്ങ. പിന്നെ ഇത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ഷെഫ് സരിത ഉണ്ണിയപ്പം. മാങ്ങ ഫ്ലേവറില് ഉണ്ണിയപ്പം. നമ്മുടെ ഷെഫ് സരിത. സരിതയോ? അയ്യോ, സരിത ചേച്ചിയെ പറ്റി പറയുമ്പോ ഒരു 7 സ്റ്റാർ ഹോട്ടലിന്റെ ഷെഫ് കൂടിയാണ്. എടുത്തു പറയണം. കൊള്ളാം. പിന്നെ ഇത് നമ്മളുടെ സ്വന്തം കോഴിവട എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സംഭവം. ഇത് നമ്മളുടെ നെതീറാത്ത, മലപ്പുറം നെതീറാത്ത. തിരുവനന്തപുരത്തുള്ള അഖിൽ മുളയരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നെയ്യപ്പം. മുളയരി പായസം. ബാമ്പു നെയ്യപ്പം. കൊള്ളാം. അതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഒന്ന് ആ മാങ്ങ കൊണ്ടുള്ള ഉണ്ണിയപ്പം, ആ നെയ്യപ്പമാണ്. അത് കിടിലം കേട്ടോ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, എന്തെങ്കിലും ഐറ്റം നിങ്ങളുടെ പറമ്പിൽ ബാക്കിയുണ്ടോ? നിങ്ങൾ കറി വെക്കാത്തതുകൊണ്ട്? തേങ്ങ ഇതിലുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ. അത് ഫ്ലേവർ ടെൻഡർ കോക്കനട്ട്. ഇളനീരുമായി. ഇതിനു മുമ്പ് ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ മനസ്സ് നിറയെ സ്നേഹവും കൈ നിറയെ ഭക്ഷണമായിട്ടാണ് നിങ്ങൾ ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ വെച്ചാല്, കഴിഞ്ഞ വർഷത്തില് പിന്നെ ആനിസ് കിച്ചണ് ചാനലില് ബിരിയാണി കോമ്പറ്റീഷൻ വെച്ചിട്ട് ഫസ്റ്റ് വിന്നർ ആയിരുന്നു ഞാൻ. അതിന്റെ ഒരു സന്തോഷം കൂടെയാണിത്. സൂപ്പർ. ഡബിൾ ധമാക്ക എന്ന് പറയുന്ന പോലെ. എനിവേസ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്തമാരുടെ ഈ സ്നേഹം ഞങ്ങൾക്ക് എങ്ങനെ ഇത് എവിടുന്ന് തുടങ്ങും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ ബേക്കറി നടത്തുന്ന ആൾക്കാരുണ്ട്, ഹോം ബേക്കേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല വീടുകളിൽ ഷെഫുമാരായിട്ട് ഈ പറഞ്ഞ കുഞ്ഞു നമുക്കിപ്പോൾ സാധനങ്ങൾ വേണമെങ്കിൽ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർ സ്നേഹത്തോടെ നമുക്ക് എത്തിച്ചു തരും. ഇനി എനിക്ക് സംസാരിക്കാൻ വയ്യ, കാരണം എനിക്കിത് കഴിക്കണം. അതുകൊണ്ട് ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്യണം. ഐശ്വര്യമായിട്ട് തുടങ്ങും. ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ്. കേക്ക് കട്ട് ചെയ്താലോ ആദ്യം? കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം കേക്ക് കട്ട് ചെയ്യാം. മാനത്തെ മണിച്ചിത്തത്തെ നെല്ലയിലെ മണിവളക്കിലുങ്ങണതെന്താണ്? സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമ കണ്ണിണകളിൽ എന്താണ്? കിസ പറഞ്ഞൊരു കടി കിളിമോളെ, നല്ല കെസ് വാടി പറത്തടി മയിലാളെ, നല്ല കെസ് വാടി പറത്തടി മയിലാളെ.
എന്റെ ചേച്ചി ഏതറ്റത്തുനിന്ന് തുടങ്ങിയിട്ടും തീരുന്നില്ല. അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർക്കുള്ള സന്തോഷമൊക്കെ തിരിച്ച് നമുക്ക് നൽകിയതിന് ശേഷം നമുക്ക് മെല്ലെ ഇരുന്ന് വിശദമായിട്ട് അതങ്ങ് കഴിച്ചു തീർക്കാം. നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ഞങ്ങൾക്ക് കൊണ്ടുവന്നപ്പോൾ തിരിച്ച് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയൊരു സ്നേഹ സമ്മാനം തരികയാണ്. വേറെ ഒന്നുമല്ല, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നിങ്ങളാണ്. ചേച്ചിയുടെ അധികാരത്തിൽ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. പക്ഷേ ഇന്നത്തെ ബ്രൈറ്റ്, അതായത് നമ്മുടെ വില്ലി വൈറ്റ് ദി ബ്രൈറ്റ് ആരാ ചേച്ചി? വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് വീണ്ടും നിങ്ങളാണ്. അപ്പൊ ഇനി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ കൈ ഒന്ന് കഴുകണമെന്ന് തോന്നുവാണെങ്കിൽ ദാ നമ്മുടെ ക്യൂട്ടിയുടെ ഹാൻഡ് വാഷ് ഉണ്ട്, ഇത് നിങ്ങൾക്കാണ്. അപ്പൊ ചേച്ചി, ക്യൂട്ടിയുടെ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നമ്മുടെ ഇത്തമാരാണ്. വായോ. അങ്ങനെ കൈയൊക്കെ കഴുകിയതിന് ശേഷം നമ്മള് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു, ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി പല്ലൊക്കെ തേച്ച് വേണം കിടന്നുറങ്ങാൻ വേണ്ടി. അതുകൊണ്ട് വില്ലി വൈറ്റിന്റെ ഒരു സമ്മാനം കൂടി. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇനി ഞങ്ങൾ ഒന്ന് സെൽഫിഷ് ആവാൻ പോവാണ്. ഇത് മൊത്തം ഞങ്ങൾക്ക് ഒന്ന് കഴിച്ച് തീർക്കണം. അപ്പൊ ഒരു കാര്യം പറയാണ്, എന്തൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മൾ അപ്പൊ ബ്രഷ് ചെയ്യണം. അതുകൊണ്ട് ബ്രഷ് ബിഫോർ ബെഡ് യൂസിംഗ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ, ഗുഡ് നൈറ്റ്.